ചാച്ചാ 2 കഷ്ണം പുട്ട് പൊതിഞ്ഞോ? നിനക്ക് പിന്നെ കറി വേണ്ടല്ല. വേണ്ട. അമ്മയുടെ അസുഖം കുറച്ച് പ്രശ്നമാണെന്ന് ജോസൂട്ടി പറഞ്ഞ്. നീ വിഷമിക്കണ്ടടാ, എല്ലാം ശരിയാവും. കുറച്ച് ചികിത്സ വേണ്ടി വരും. ഇതാ എത്രയായി ചാച്ചാ? 30. ബാക്കി എഴുതിയേക്കാം. നീ എന്താ കഴിച്ചത്? ഞാൻ ബ്രെഡ് ഓംലെറ്റും കഴിച്ചടാ. ഞാൻ സ്കൂളിൽ വന്നപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് ബ്രേക്കാടാ? എന്താണ് ഇവിടെ നിർത്തിയത്? ഇപ്പൊ വരാം, ഒരു ചായ കുടിച്ചിട്ട് വരാം. ആ ശരിടാ. ഡാ, നിനക്ക് ചായ വേണോ? ആ വേണം. അയ്യോ, പണി പാളി. ഞാൻ ഇന്നൊരു പിടി പിടിക്കും. വന്നിരിക്കണം. മോനെ കഴിക്കാൻ വേണ്ട ഏട്ടാ. ചേട്ടാ ഒരു ചായ ഒരു കാപ്പി. ആ കടി വേണോ? ഒന്നും വേണ്ട. ആ വേണം. ആ പ്ലേറ്റ് കൊണ്ട് എടുത്തേട്ടാ. ആ എടാ കഴിക്കടാ, കഴിക്ക്. നോക്കിക്കാതെ കഴിക്കടാ. പൊതുവായിട്ട് പണി കുറവാണ്. എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഒരാഴ്ചയുണ്ട്, പിറ്റേഴ്ച ഉണ്ടാക്കി ഒരാഴ്ച. പിന്നെ ഇതിനിടയ്ക്ക് കല്യാണം. ദൈവമേ, വിറക് കയറേണ്ടി വരുമല്ല. പിന്നെ പോയി റിസപ്ഷനിൽ പങ്കെടുത്തു. വൈകുന്നേരം വരുന്നില്ല. ചേട്ടാ പണിക്കാളെ വേണോ ചേട്ടാ? എന്ത്? ഇന്നേട്ടാ പൈസ. നടക്കട അങ്ങോട്ട് ജോലിക്കാരൻ. മോനെ പണിക്ക് ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ബസ് കയറ്റുണ്ട്, ഇപ്പൊ വരും. ആഹാ, നീ ആള് കൊള്ളാല. ഓവനെ കണ്ടോ? ഒരു ചേട്ടനായിട്ട് അങ്ങോട്ട് പോയി. ഈ ചേട്ടൻ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നായിരുന്നു. ഞാൻ ഓർത്ത നീ എന്നെ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ മറക്കോ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ആ അങ്ങനെയൊക്കെ തന്നെ. പഴയ പോലെ തന്നെയല്ലേ? നീ എന്തിനാണ് ഇവിടെ നിന്ന് പോയത്? അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയാ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെങ്കിൽ താടിയും വിഷയൊക്കെ വന്നിട്ടാണ്. അത് മാത്രമല്ലടാ, കരാട്ടെ, കുൻഫു, കളരി അങ്ങനെ പലതും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓ, നീ ഒരു ഭയങ്കരനാടാ. 2-3 പേരൊക്കെ വന്നാൽ ഞാൻ അടിച്ചിടും. ഓ പിന്നെ ഒന്ന് പുളു പഠിക്കാറാ. സത്യം. ചുമ്മാ സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ അടിച്ചു നോക്ക്. ഞാൻ തല്ലുവേ. അടിച്ചോ? ഇവിടെ വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറി നടിക്കാം. ഇവനൊന്ന് അടി കൊണ്ട് ഓടും. അടിയടാ. അങ്ങനെ പുടുത്തം. വേണ്ടാന്ന്. അയ്യോ, നീ ഗോപനത്തല്ലേ വേണം. അയ്യോ എടാ പോവല്ലേടാ. ഏതാടാ ഈ ഭ്രാന്തൻ? എടാ പറയട്ടെ പോവല്ലേ. അടുത്ത ശ്രമിക്കുന്നതാടാ. ഓടാ. ഇതെന്താന്ന് മനസ്സിലായോ? അയ്യോ, അച്ഛൻ വന്നോ? അച്ഛൻ വന്നിട്ട് കുറെ നേരെ അന്വേഷിക്കുന്നുണ്ട്. ഓ, ഇന്ന് ചീത്ത കേക്കും. ഏട്ടാ, എന്താടി? 2 പച്ചമാങ്ങ കിട്ടോ? അതിനത് മാങ്ങയുടെ സീസൺ അല്ലല്ലോ. മാങ്ങ സംഘടിപ്പിക്കാം. ആ മീനെ 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 വായോ 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 മീനെ മീനെ വാ 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 ഓരോ ഓരോ വാ. വേഗം വാ ടീച്ചറെ, നല്ല ചൂടാ, വേഗം വാ. എന്താണോ ജോസേ? ചാളയുണ്ട്, അയലയുണ്ട്. എന്ത് വേണം എന്ത് വേണം? ചാള എടുത്തോ. ചാള മതിയോ? സാർക്ക് ഇന്നലെ തന്നെ പോയോ? ഇന്നലെ തന്നെ പോയി. മീനിനൊക്കെ ഭയങ്കര വില. കടപ്പുറത്തേക്ക് ചെല്ലാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര വിലയാ. ഇതിൻ്റെ ബാക്കി പൈസ നാളെ എത്തിച്ചേക്കാം. ശരി. ആ ചാള ചാളേ പോയ്. ഇതിലെ മാങ്ങേണ്ട നീ എങ്ങനെ അറിഞ്ഞടോ? ഇവിടെ ആരുമില്ലടാ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണം.
ഇല്ല മാങ്ങടൊക്കെ ഉണ്ട മാവിന് നല്ല പൊക്കമുണ്ടല്ലോടാ. കൈയും കാലും ഒടിയോ? ഇങ്ങനെ പേടിക്കാതാ. എടാ അവിടെ ആരുമില്ലടാ. പത്രം കിടപ്പുണ്ട് പുറത്ത്. ആരുമില്ലടാ. ഓക്കെയാണ്. നീ പോയി 3 പറിച്ചോ. ആരെല്ലാം മനുണ്ടെങ്കിൽ ഞാൻ പറയാം. സമയങ്ങളാണ്ട് പോടാ. പോട്ടെടാ. എവിടെ പോയി ഇവനെന്താ ഇറങ്ങാത്ത? ചാളയിലേ 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 പോയ്. ചാള ചാളേ ചാള ചാളേ ചാളേ. ചേട്ടാ എന്ത് മീനാ? ചാള. ചാളെ വേണ്ട അവിടെ നിന്നോ നീ. നിനക്ക് നാളെ തിമുക്കലോട്ട് ഞാൻ വരാം. ചാളേ. വേണ്ടായിരുന്നു. എടി ഒന്ന് പൂട്ടി ഇറങ്ങടി, അവിടെ ചിലപ്പോ കെട്ട് കഴിഞ്ഞു പോവും. കൂട്ടുവല്ലേ? അയ്യോ ഇതാരാണ്? പണി പാളിയാ. ഇവന്മാരുടെ എത്ര പറഞ്ഞാലും പത്രം കൊണ്ടൊന്ന് ഇവിടെ വലിച്ചിരുന്നു. ഇവനൊക്കെ കാശ് കൊടുക്കരുത്, എന്നാലും ഇവനൊക്കെ പഠിക്കുള്ളൂ. അതിന് നിങ്ങൾ പത്രം വായിക്കത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ആ പൂട്ടിയല്ലേ? ആ കൂട്ടി. എടാ ആളുണ്ടാ. എടാ നോയിച്ചാ. വലിച്ചിട്ട് കേറുന്നു. വാ എന്നാ ആദ്യത്തെ പന്തിക്കാനിരിക്കണം, നമുക്ക് നേരത്തെ പോരാ. ചോദിച്ചാ നോക്കടാ. എടാ നോക്കടാ. എടാ ആളടാ അനങ്ങല്ലേടാ. എടാ എടാ ചോദിച്ചാ ചോദിച്ചാ. ധാരാളം ഗേറ്റിന് മുമ്പിൽ നിന്ന് കൈയും കാലും ഒക്കെ കാണിക്കണത്. ആ എനിക്കെങ്ങനെ അറിയാം? ആ എടാ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. നീ എന്താ ഇവിടെ? ഞാൻ ചുമ്മാ എക്സസൈസ് ചെയ്യാൻ വന്നാ. ആ എവിടെ പോണ്? ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു. ഇവനെ അറിയില്ലേ? അല്ല നിഷ്കളക്കായ പയ്യന. ശരി പോട്ടെ. ഈ ഏരിയയിൽ ഇതുപോലെ ചെറുക്കല് എന്തായാലും അതിനകത്ത് വെച്ച ആ എന്താ അറിയത്തില്ല. ചോദിച്ചാ എന്താടാ എന്താ ചോദിച്ചാ ഇവനെവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആരാടാ? എന്താടാ ചോദിച്ചാരാടാ പറയുന്നേ? ഇതെന്താ? ഇതാരടാ? ഇതെന്താ സാധനം? ഗോപാ മണ്ടിക്കോ. എടാ കള്ളാ, എന്റെ അമ്മേ. ചേട്ടാ പറഞ്ഞായിരുന്നു ചെറുക്കനെ പിടിക്കാൻ ഓടിക്കാൻ. വെറുതെ ഓടിയതാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ചിരിക്കണത്? എന്ത് നല്ല നിഷ്കളങ്കനായ ചെറുക്കൻ. കത്തിക്ക് മൂർച്ചല്ലേ ചേച്ചി? അയ്യോ നിർത്ത്. എന്താണ്? ഞങ്ങൾക്ക് പുളി കുറവായിരിക്കും. ഇത് വെച്ചോ. ഇതെന്താ? ഇത് വാളംപുളിയാ. ചേച്ചി നല്ലോണം കലക്കിക്കോ. ഇത്രയും പോരെ? ഇന്നെന്നെ അമ്മ കഴിക്കാനുള്ള? ചോറുണ്ട്, കപ്പയുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തുണ്ട്. ആഹാ ബേഷ്. മോനെ നീ ദേഷ്യപ്പെടരുത്. അമ്മ നിന്നോടൊരു കാര്യം പറയട്ടെ. വല്യപ്പച്ചൻ വരുമ്പോൾ നീ ബോംബെക്ക് പോകണം. ചെന്ന് വല്ല പണിയും പഠിക്കണം. പറ്റില്ല. ഈ നാടും കടയിൽ എന്റെ ജീവനാണ്. ഇവിടം വിട്ട് ഞാൻ എങ്ങും പോവില്ല. മറ്റുള്ളവരെ പോലെ പഠിച്ചു വലുതാവാൻ നിനക്കാവില്ലല്ലോ. ചെലവാക്കാനേ നമ്മുടെ കയ്യിൽ പണവുമില്ല. ഒന്നും നേടാനായില്ലെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. കടലിലേക്കല്ലേ? ഞാനും വരാം. നമുക്ക് ഒന്നിച്ചു പോകാം അപ്പൻ്റെ അടുത്തേക്ക്. ദേടാ നീ പറിച്ച മാങ്ങയുടെ ജ്യൂസ്. ഞാൻ പറിച്ചല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആടാ ഇത് കൊള്ളാടാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവളമാരൊക്കെ ഇതെവിടെ പോയി? അവളമാരൊന്നും കണ്ടില്ലല്ലോ. ഞാനങ്ങ് കണ്ടില്ല. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ആടെ ഇത് കൊള്ളാടാ. കൊള്ളാവാ.
എന്താടി കിളിക്കണത്? ചിരിക്കലടി. ഈ ജ്യൂസ് കുടിച്ച പ്രശ്നമാണ് മോനെ. ഇതിലും വലുതൊക്കെ നമ്മൾ കണ്ടോണ്ട് കേട്ടാ. വാടാ നമുക്ക് കളിക്കാൻ പോ. ആ വാ, തൽക്കാലം ഇവിടെ ഇരിക്കണം. നമുക്ക് കാണാം. ഒരാള് പിടിച്ചോണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആരാണ്? അപ്പുവിന്റെ കാര്യ പറയണേ. അപ്പുവാ? നിങ്ങൾ വിളിച്ചോടാ, ഞാൻ ഇല്ല. അങ്ങനെ വരുവാടാ? ഇല്ലടാ. എടാ എന്നെ അമ്മ വിളിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വരാവേ. എടാ അമ്മ വിളിക്കണ ഞാൻ കേട്ടില്ല. എടാ അമ്മ എന്നെയല്ലേ വിളിച്ച? നീ എങ്ങനെയൊക്കെ ചത്തിന്റെ പിന്നെ കാണാം. പായോ എടി, നിങ്ങള് പരന്ന് തുറക്കണ കണ്ടോണ്ടാ? ഞാൻ കാണിച്ചു തരാം. കൈതപ്പുഴയോളങ്ങൾ മുടിയേട്ടം തുള്ളുന്ന കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്. പുലരുമ്പോൾ സൂര്യന്റെ പുഞ്ചിരി കാണാം, പിരിയുമ്പോൾ അക്കണ്ണിൽ നൊമ്പരം കാണാം. പുലരുമ്പോൾ സൂര്യന്റെ പുഞ്ചിരി കാണാം, പിരിയുമ്പോൾ അക്കണ്ണിൽ നൊമ്പരം കാണാം. കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്, കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്. ചേരിൽ പുതയുന്ന പാദങ്ങളാണ്, സ്നേഹിക്കാൻ പറ്റുന്ന കൂട്ടങ്ങളാണ്. ചേരിൽ പുതയുന്ന പാദങ്ങളാണ്, സ്നേഹിക്കാൻ പറ്റുന്ന കൂട്ടങ്ങളാണ്. കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്, കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്. കറ്റയും ചോന്ന് വരമ്പിൽ നടക്കുമ്പോൾ സ്വപ്നങ്ങൾ എത്രയും കൂട്ടിനായെത്തുന്നു. കറ്റയും ചോന്ന് വരമ്പിൽ നടക്കുമ്പോൾ സ്വപ്നങ്ങൾ എത്രയും കൂട്ടിനായെത്തുന്നു. കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്, കാക്കത്തുരുത്തിലാണ് ഞങ്ങള്, കാക്കത്തുരുത്തിലാണ്. जाओ इधर से हटो। जाओ। क्या कर रहे? हटो इधर से। ഇല്ല, ബോംബൊക്കെ ഞാൻ വരില്ല. വല്യപ്പച്ചൻ പോയല്ലേ? ഞാൻ തീർത്തും പറഞ്ഞായിരുന്നു വരില്ലെന്ന്. പോയി, പക്ഷെ എരുമേലിക്കാണ്. മറ്റന്നാ തിരിച്ചു വരും. നിന്നോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവൂലെന്ന് പറഞ്ഞാലേ പോവൂലേ? നീ പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. ഓ, നമുക്ക് വേണ്ടി അറിയാത്ത പണിക്ക് പോയതാണ് അപ്പൻ. തിര മുറിച്ച് നീന്താൻ പക്ഷെ അപ്പന് മാത്രം അറിയില്ലായിരുന്നു. അതോർക്കുമ്പോൾ നെഞ്ച് തകരുകയാണ്. ഇത് എത്ര തവണ പറഞ്ഞാണമ്മേ, ഞാൻ പോവൂല.
പക്ഷേ മകൻ അപ്പനെ അറിയില്ല, ആ മനസ്സ് നീ കണ്ടിട്ടുമില്ല. എല്ലാം അമ്മക്കല്ലേ അറിയൂ. അതെ, എന്നെ സ്നേഹിച്ചതിന്റെ പേരില് വീടും വീട്ടുകാരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടയാളാണ് അപ്പൻ. നീ ജനിച്ചപ്പോൾ മുതൽ എന്നോട് പറയുമായിരുന്നു നിന്നെ വലിയ ഒരാളാക്കണമെന്ന്. അതുകൊണ്ട് ഇതാണ് ആ സമയം. അപ്പന്റെ ആഗ്രഹം നീ നിറവേറ്റണം, നിറവേറ്റിയേ പറ്റൂ. പറ്റില്ല. ഇതുപോലെ ഉണ്ടാക്കാൻ ഞാൻ പെടുന്ന പാട് നിനക്കറിയില്ലല്ലോ. പോ എന്റെ കൺമുന്നിൽ നിന്ന്, എനിക്ക് നിന്നെ കാണണ്ട. എന്റെ ശല്യല്ലേ, ഞാൻ ഒഴിവാക്കി തരാം എന്റെ ശല്യം. അപ്പാ അപ്പാ എന്താണ് ചോദിച്ചത്? എന്താണ് നീ കാണിക്കണ? അപ്പാ ഞാൻ പറയണൊന്നും കേക്കടാ. അപ്പാ എനിക്ക് വാ, കാറില്ല കാറില്ലടാ. ചോദിച്ചാ എന്ത് പണിയാടാ ഇത്? ഓരോ ദിവസം നടത്തിക്കൊണ്ടോ നിന്റെ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നീ എന്താ മറന്നോ? കഴിഞ്ഞ 4 മാസമായി വീടിന്റെ വാടക കൊടുത്തില്ല, അത് നീ അറിഞ്ഞോ? താങ് നല്ലമായി നിൽക്കേണ്ട നീ അമ്മയെ പെരയിലാക്കി വന്ന അപ്പ സ്വീകരിക്കും തോന്നുന്നുണ്ടോ? എന്ത് മണ്ടത്തിലോടെ കാണിക്കുന്നത്? വന്നേ പോവാ. ചേച്ചി കൈ പൊള്ളിക്കല്ലേ. അതിൽ വെച്ചിട്ട് എണ്ണ വെച്ചടാ. ഗോപാ എടാ ജോയിച്ചൻ. എന്തു പറ്റിയടാ? ഞാൻ പോവാടാ. പട്ടിണി മാറ്റണം, അമ്മയെ ചികിത്സിക്കണം. അത് നല്ല തീരുമാനമാടാ. പക്ഷേ കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഉറപ്പായും ഞങ്ങൾ കാത്തിരിക്കും. നാളെ വെളുപ്പിന് ഞാൻ പോവാ. ആരും വരരുത്, എനിക്ക് സങ്കടാവും. ഗോപാ യാമങ്ങളിൽ നീറും മനസ്സിൻ്റെ നെടുവീർപ്പുമാ കാലങ്ങളെത്രയോ നീരുന്നു നിന്നെ മാറോടണയ്ക്കുവാൻ ഞാൻ വരുന്നു. ഏകാന്തയാമങ്ങളിൽ നീറും മനസ്സിൻ്റെ നെടുവീർപ്പുമാ
കാലങ്ങളെത്രയോ നീരുന്നു നിന്നെ മാറോടണയ്ക്കുവാൻ ഞാൻ വരുന്നു. മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ചെയ്യാത്ത തെറ്റിന് കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റയ്ക്കിരുന്നു നീ പൊട്ടിക്കരയുമ്പോഴും കുഞ്ഞേ എൻ്റെ പൊന്നോമലേ നിന്നെ അറിയുന്നു ഞാൻ, നിന്റെ ഈശോ, നിന്റെ ഈശോ. രോഗിയായെന്നും നീ നീറിക്കരയുമ്പോഴും വേദനയോടെന്നും വിങ്ങിപ്പിടയുമ്പോഴും ആരോരുമില്ലാതെ തേങ്ങിത്തളരുമ്പോഴും എൻ്റെ പൊന്നോമലേ നിന്നെ അറിയുന്നു ഞാൻ, നിന്റെ ഈശോ, നിന്റെ ഈശോ. രോഗിയായെന്നും നീ നീറിക്കരയുമ്പോഴും വേദനയോടെന്നും വിങ്ങിപ്പിടയുമ്പോഴും ആരോരുമില്ലാതെ തേങ്ങിത്തളരുമ്പോഴും കുഞ്ഞേ എൻ്റെ പൊന്നോമനേ നിന്നെ അറിയുന്നു ഞാൻ, നിന്റെ ഈശോ, നിന്റെ ഈശോ. ഏകാന്തയാമങ്ങളിൽ നീറും മനസ്സിൻ്റെ നെടുവീർപ്പുമായി കാലങ്ങളെത്രയോ നീരുന്നു നിന്നെ മാറോടണയ്ക്കുവാൻ ഞാൻ വരുന്നു. ഏകാന്തയാമങ്ങളിൽ നീറും മനസ്സിൻ്റെ നെടുവീർപ്പുമായി കാലങ്ങളെത്രയോ നീരുന്നു നിന്നെ മാറോടണയ്ക്കുവാൻ ഞാൻ വരുന്നു, നിന്നെ മാറോടണയ്ക്കുവാൻ ഞാൻ വരുന്നു. അപ്പൻ്റെ സ്വഭാവം അങ്ങനെയാ. ഞാനിവിടുന്ന് പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോയില്ല, എൻ്റെ കാർ ഒഴികെ. പക്ഷേ നിങ്ങളവിടെ നിന്ന് പോരുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. എല്ലാം ജോർജിയന്റെ തീരുമാനമായിരുന്നു. ആ, സാരമില്ല, അവൻ്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്കാണെങ്കിൽ കുട്ടികളുമില്ലല്ലോ.
മോൻ പോയി നന്നായി വരണം.